പാപ്പനട്ട് ഫാംസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് റംബൂട്ടാനാണ്. റംബൂട്ടാന് ഇപ്പോൾ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ഒരു പഴമാണ് റംബൂട്ടാൻ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലില്ലായിരുന്നതും എന്നാൽ ഇപ്പോൾ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലുള്ള ഒരു ഫലമാണ് ഈ റംബൂട്ടാൻ. ഇപ്പോൾ നേരത്തെ ഹില്ലേറിയകളിൽ പർവ്വത പ്രദേശങ്ങളിലുമൊക്കെ കണ്ടുകിട്ടുന്ന റംബൂട്ടാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കേരളക്കാരുടെ വിശിഷ്ടമായ ഒരു ഫലമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കാണുന്ന റംബൂട്ടാൻ ഇപ്പോൾ ഓൾറെഡി 25 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഇത് ഒരു 1.5 മാസം കൂടി കഴിയുമ്പോഴേക്കും ഇത് പഴുത്ത് നല്ല പഴമാവും. ഇപ്പോൾ സാധാരണയായി റംബൂട്ടാൻ മറ്റ് ആൾക്കാർ മറ്റ് സൈഡുകളിൽ നിന്ന് വരികയും ഇത് വലയിട്ട് ഇതിൻ്റെ കാകൾ പഴുത്ത് പറിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത് ഇപ്പോൾ നാട്ടിൽ സുലഭം തന്നെയാണ്. നമുക്ക് മൊത്തത്തിൽ അവർ വലയിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് തുച്ഛമായ വിലയാണെങ്കിലും കിലോയ്ക്ക് 300 രൂപ 400 രൂപ നിരക്കിലാണ് അവർ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ പോയി വിൽക്കുന്നത്. എല്ലാ കാലാവസ്ഥയ്ക്കും അനുകൂലമായിട്ടുള്ള ഒരു സസ്യമാണ് റംബൂട്ടാൻ. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഇതിൻ്റെ അകത്തെ സീഡ് കുട്ടികളുടെ തൊണ്ടയിൽ പോയി കുരുങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ആയതിനാൽ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത്.